ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ്. ഇത് മെയിനായിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഈ നെക്ക് കുർത്തിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും കാണിക്കുന്നില്ല. കാരണം എൻ്റെ മുമ്പത്തെ വീഡിയോയിലെല്ലാം കുർത്തി എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലെങ്തി ആവണ്ട എന്നുള്ളതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 3.25 പിന്നെ നമുക്ക് വേണ്ടത് നെക്ക് ലെങ്ത് ആണ്. നെക്ക് ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്ന നെക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് 5.5 എടുക്കുന്നത്. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് കർവ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇങ്ങോട്ടുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി ഇതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുർത്തി. അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസ് നമുക്കൊരു പീസ് ക്ലോത്തിൽ വേണം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതിനേക്കാളും 1 ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കുക. 2 സൈഡിലേക്കായാലും ലെങ്ത് വൈസും വിഡ്ത്ത് വൈസും കൂട്ടിയെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ നെക്ക് കർവ് ചെയ്ത് കൊടുത്ത ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്തിൽ ഇത് അയൺ ചെയ്തെടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇത് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അയൺ ചെയ്തിട്ട് 2 സൈഡും ഒന്ന് ഉള്ളിലേക്കാക്കി മടക്കി ഇങ്ങനെ പേസ്റ്റ് ചെയ്തെടുക്കുക. നമ്മളെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പം ഒരുപാട് സ്റ്റിച്ച് അതുമ്മ കാണും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളുടെ കുർത്തീൻ്റെ ചീത്ത വശത്ത് വേണം ഇതിൻ്റെ നല്ല വശം പ്ലേസ് ചെയ്യാൻ. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് നോക്കിയിട്ട് പ്ലേസ് ചെയ്ത് നമുക്കിതൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. എപ്പോഴും പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നീങ്ങാതിരിക്കും. അപ്പോൾ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ നെക്കിൻ്റെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. ചെറിയ ചെറിയ സ്ലാഷസ് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് മറിച്ചെടുക്കാം.
ഞാൻ മറിച്ചെടുത്തിട്ട് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഇത് കുർത്തീൻ്റെ ബാക്ക് പീസാണ്. അതും ഒരു ക്യാൻവാസ് വെച്ചിട്ട് ഞാൻ മറിച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ മറിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രണ്ട് നമുക്ക് അയൺ ചെയ്തതിന് ശേഷം സൈഡൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ സെയിം ക്ലോത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് വേറെ കളർ വെച്ചിട്ട് ചെയ്യുമ്പം കുറച്ചും കൂടി നല്ല ഇതിൽ കാണാൻ പറ്റും. അതായത് പ്ലെയിൻ ക്ലോത്തൊക്കെ ആണെങ്കിൽ ഇതിൽ എടുത്ത് കാണിക്കും. പിന്നെ ഇതിൻ്റെ സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇതിന് സ്യൂട്ടായിട്ടുള്ള ലേസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എനിക്ക് നല്ല ലേസ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ കോർണറിലെത്തുമ്പോൾ ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ട് വേണം അടുത്ത കോർണറിലേക്ക് പോവാൻ. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിന് ബട്ടണും ടാസിലും വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.